പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് തുടക്കം 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പ്രതിപക്ഷ നേതാവും BJP നേതാവുമായ സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാമിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മുർഷിദാബാദ്, ഈസ്റ്റ് മിഡ്നാപൂർ, വെസ്റ്റ് മിഡ്നാപൂർ, ഖർഗ്രാം, പുരുളിയ തുടങ്ങിയ ജില്ലകളിൽ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 2407 കമ്പനി കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ ഡ്രോണുകൾ, CCTV എന്നിവയിലൂടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതോ ബൂത്ത് തടസ്സപ്പെടുത്തുന്നതോ സംബന്ധിച്ച പരാതികൾ ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിൽ 29-നാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ്. അധികാരം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസും അട്ടിമറി ലക്ഷ്യമിട്ട് BJPയും തമ്മിലാണ് പ്രധാനമായ പോരാട്ടം. SIR മുതൽ വനിതാ സംവരണം വരെ വിഷയങ്ങൾ ചർച്ചയായ പ്രചാരണ കാലമാണ് അവസാനിക്കുന്നത്. ബംഗാളിൽ തകർന്നടിഞ്ഞ CPIMും കോൺഗ്രസും ഇത്തവണ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. പശ്ചിമബംഗാളും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിനാണ് ഇന്ന് തുടക്കമായത്. 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ് ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവും BJP നേതാവുമായ സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാമിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് ഉണ്ടാകും. മുർഷിദാബാദ്, ഈസ്റ്റ് മിഡ്നാപൂർ, വെസ്റ്റ് മിഡ്നാപൂർ, ഖർഗ്രാം, പുരുളിയ തുടങ്ങിയ ജില്ലകളിലെ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കായി 2407 കമ്പനി കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ ഡ്രോണുകൾ, CCTV എന്നിവയിലൂടെയും നിരീക്ഷണം നടത്തുന്നുണ്ട്. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ബൂത്ത് തടസ്സപ്പെടുത്തുന്നതോ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. വടക്കൻ ജില്ലയടക്കം 152 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഇന്ന് പശ്ചിമബംഗാളിൽ വിധിയെഴുതുന്നത്. BJPക്ക് മേൽക്കോയ്മയുള്ള മേഖലകളിൽ പ്രധാനമന്ത്രി നയിച്ച പ്രചാരണം തുണയ്ക്കും എന്നതാണ് BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതേസമയം ബംഗാൾ വികാരം ഉയർത്തി ആഴ്ചകളോളം മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും നടത്തിയ റാലികൾ വോട്ടാകുമെന്നതാണ് TMC കരുതുന്നത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏപ്രിൽ 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അധികാരം നിലനിർത്താൻ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും. എന്നാൽ അട്ടിമറി വിജയം തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. SIR മുതൽ വനിതാ സംവരണം വരെ ഉള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൽ ചർച്ചയായത്. ബംഗാളിൽ തകർന്നടിഞ്ഞ CPIMും കോൺഗ്രസും ഇത്തവണ തിരിച്ചുവരാനുള്ള ശ്രമത്തിലുമാണ്.